അമേരിക്കയോട് ഇല്ല പറഞ്ഞ ഇബ്രാഹിം ട്രാവോറെ ആഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി എന്തുകൊണ്ട് വർദ്ധിച്ചു? ഇബ്രാഹിം ട്രാവോറെയുടെ സന്ദേശങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു ഭൂഖണ്ഡത്തിൽ ദാരിദ്ര്യം ഇന്നും ഇത്ര വ്യാപകമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ആഫ്രിക്കയുടെ ബന്ധം യഥാർത്ഥത്തിൽ എന്താണ് എന്ന ചോദ്യങ്ങളാണ് ഇന്ന് അനേകം ആഫ്രിക്കക്കാർ ഉയർത്തുന്നത്. ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ കൺട്രോൾ റിസ്ക്സിലെ ഗവേഷക ബെവർലി ഔച്ചിങ് പശ്ചിമ രാജ്യങ്ങളിലെയും അന്താരാഷ്ട്ര സംഘടനകളിലെയും റിപ്പോർട്ടുകൾ ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രാവോറയുടെ ഭരണകൂടം നടത്തുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ബുർക്കിന ഫാസോയിൽ നടന്ന സൈനിക അട്ടിമറിയിലൂടെ വലിയ ജനപിന്തുണയുടെയും ആവേശത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ട്രാവോറെ അധികാരത്തിലെത്തിയത്. അധികാരമേറ്റെടുത്തപ്പോൾ കഴിയുന്നത്ര വേഗത്തിൽ ഭരണാധികാരം സിവിലിയൻ ഭരണകൂടത്തിന് കൈമാറുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇന്നുവരെയും ആ വാഗ്ദാനം നടപ്പായിട്ടില്ല. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം ട്രാവോറയുടെ ഭരണകൂടത്തിനെതിരായ പ്രധാന ആരോപണങ്ങളിലൊന്ന് അധികാരം കൈമാറുമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്നതാണ്. 2024 നടത്താനിരുന്ന തെരഞ്ഞെടുപ്പ് അദ്ദേഹം മാറ്റിവെച്ചു. തുടർന്ന് പ്രതിപക്ഷം ബഹിഷ്കരിച്ച ദേശീയ സംവാദങ്ങൾക്ക് ശേഷം 5 വർഷം കൂടി അധികാരത്തിൽ തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതുകൂടാതെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബുർക്കിന ഫാസോയിലെ സൈനിക കൌൺസിൽ മാധ്യമപ്രവർത്തകരെയും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും ലക്ഷ്യമിട്ട് ശക്തമായ അടിച്ചമർത്തൽ നടപടികൾ സ്വീകരിച്ചു. ചിലർ നിർബന്ധിതമായി കാണാതായതായി റിപ്പോർട്ടുകളുണ്ട്. പൌരസമൂഹ സംഘടനകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഇടവും ഗണ്യമായി ചുരുക്കപ്പെട്ടു. അതേസമയം ബ്രിട്ടീഷ് മാസികയായ ദി എക്കണോമിസ്റ്റ് പറയുന്നത് ട്രാവോറെ സൈന്യത്തിനുള്ളിലെ സാധ്യതയുള്ള എതിരാളികളെ പൂർണ്ണമായും നീക്കം ചെയ്തെന്നും സുരക്ഷാ സംവിധാനങ്ങളെ തന്റെ നിയന്ത്രണത്തിലാക്കിയെന്നുമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ളവരാണെന്ന് അദ്ദേഹം കരുതുന്ന വിമർശകരെ ജയിലിലടയ്ക്കുകയോ അല്ലെങ്കിൽ ദി എക്കണോമിസ്റ്റ് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന സായുധ സംഘങ്ങൾക്കെതിരായ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് നിർബന്ധിതമായി സൈനിക സേവനത്തിന് അയക്കുകയോ ചെയ്യുന്നുവെന്നും ആ റിപ്പോർട്ട് ആരോപിക്കുന്നു. ഇതിനിടെ ബുർക്കിന ഫാസോയിലെ സൈനിക ഭരണകൂടം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും സാധാരണ ജനങ്ങൾക്കെതിരായ വ്യാപകമായ കൊലപാതകങ്ങളും നടത്തിയതായി പാശ്ചാത്യ മനുഷ്യാവകാശ സംഘടനകൾ തുടർച്ചയായി ആരോപിക്കുന്നു. ഇസ്ലാമിക സായുധ സംഘങ്ങൾക്കെതിരായ സൈനിക നടപടികൾക്കിടയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടതായാണ് ഈ സംഘടനകളുടെ ആരോപണം. ഈ വർഷം മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത് ബുർക്കിന ഫാസോയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള സോളൻസോ പട്ടണത്തിൽ നടന്ന കൂട്ടക്കൊലയിൽ ട്രാവോറയുടെ സേന കുറഞ്ഞത് 130 സാധാരണക്കാരെയെങ്കിലും കൊലപ്പെടുത്തിയെന്നാണ്. ആക്രമണത്തിൽ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതായും റിപ്പോർട്ട് പറയുന്നു. ഈ സംഭവത്തിനു പിന്നാലെ സംഘടനയുടെ വിവരണ പ്രകാരം ഫുലാനി വംശവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ കൂട്ടത്തോടെ പ്രദേശം വിട്ട് പലായനം ചെയ്യുകയും ചെയ്തു. രാജ്യത്തെ ചില വിഭാഗങ്ങൾ ഈ ഫുലാനി വംശവിഭാഗം ഇസ്ലാമിക സായുധ സംഘങ്ങൾക്ക് പിന്തുണയും സംരക്ഷണവും നൽകുന്നുവെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും ഫുലാനി സമൂഹം ആ ആരോപണം നിഷേധിക്കുന്നു. എന്നാൽ മനുഷ്യാവകാശ രംഗത്തും ജനാധിപത്യ ഭരണരീതിയിലും അധികാര കൈമാറ്റത്തിലും ട്രാവോറയുടെ ഭരണത്തിനു നേരെ പാശ്ചാത്യ കാഴ്ചപ്പാടിൽ ഉയരുന്ന ഈ കടുത്ത വിമർശനങ്ങൾക്ക് വിപരീതമായി സ്വന്തം രാജ്യത്ത് വലിയ ജനപിന്തുണ നേടിക്കൊടുത്ത നിരവധി രാഷ്ട്രീയ നടപടികളും സാമ്പത്തിക നയങ്ങളും അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നിരുന്നാലും ഈ വിഷയങ്ങൾക്ക് പാശ്ചാത്യ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്നാണ് ചിലരുടെ വിമർശനം. പൊതുവെ നോക്കുമ്പോൾ ബുർക്കിന ഫാസോയുടെ നേതാവായ ഇബ്രാഹിം ട്രാവോറെ പാശ്ചാത്യ രാജ്യങ്ങളോട് വെല്ലുവിളി ഉയർത്തുന്ന ഭാഷയാണ് സ്വീകരിക്കുന്നത്. അതേസമയം റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലപാടുകളാണ് അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തത്. ആ ജനപ്രീതി ബുർക്കിന ഫാസോയിൽ മാത്രം ഒതുങ്ങിയില്ല. ആഫ്രിക്കയുടെ വിശാലമായ ഭാഗങ്ങളിലും ലോകത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും ട്രാവോറയ്ക്ക് പിന്തുണ വർദ്ധിച്ചു. അതിന്റെ തെളിവായി കഴിഞ്ഞ മെയ് മാസത്തിൽ BBC ട്രാവോറയുടെ ജനപ്രീതിയെക്കുറിച്ച് പ്രത്യേക റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ബുർക്കിന ഫാസോയുടെ നേതാവ് ലോകത്തിന്റെ ഹൃദയവും മനസ്സും കീഴടക്കിയത് എന്തുകൊണ്ട്? ആഫ്രിക്കൻ യുവാക്കൾക്കിടയിൽ ഇബ്രാഹിം ട്രാവോറെ ഇത്രയധികം ജനപ്രീതി നേടിയത് എന്തുകൊണ്ട്? എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളോടെയായിരുന്നു ആ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചത്. വ്യാപകമായി നോക്കുമ്പോൾ ഇബ്രാഹിം ട്രാവോറയെ പിന്തുണയ്ക്കുന്നവർ അദ്ദേഹത്തെ ആഫ്രിക്കയിലെ ചരിത്രപ്രസിദ്ധരായ നേതാക്കളുടെ പാത പിന്തുടരുന്ന വ്യക്തിയായാണ് കാണുന്നത്. പ്രത്യേകിച്ച് ചിലപ്പോൾ ആഫ്രിക്കയുടെ ചെ ഗുവേറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാർക്സിസ്റ്റ് വിപ്ലവകാരിയായ തോമസ് സങ്കാറയുടെ പാതയിലാണ് ട്രാവോറെ മുന്നേറുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളുടെ വിശ്വാസം. അതുകൊണ്ടുതന്നെ പശ്ചിമ ആഫ്രിക്ക മുതൽ കിഴക്കൻ ആഫ്രിക്ക വരെ വ്യാപിച്ചു കിടക്കുന്ന അനേകം യുവാക്കൾക്ക് അദ്ദേഹം ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ന്യായമായും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. ജനാധിപത്യ രാഷ്ട്രം നിർമ്മിക്കുമെന്നും അധികാരം സാധാരണ ജനപ്രതിനിധികൾക്ക് കൈമാറുമെന്നും നൽകിയ വാഗ്ദാനം ട്രാവോറെ ഇതുവരെ പാലിച്ചിട്ടില്ല. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭരണകൂടം മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന ആരോപണങ്ങളും നിലനിൽക്കുന്നു. എന്നിട്ടും
ആഫ്രിക്കയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറഞ്ഞിട്ടില്ല, മറിച്ച് അത് കൂടുതൽ ശക്തിപ്പെടുകയാണെന്ന് കാണാം. അപ്പോൾ ഇതിന് പിന്നിലെ കാരണം എന്താണ് എന്ന അന്വേഷണത്തിന് പ്രസക്തിയുണ്ട്. ആ അന്വേഷണം പ്രധാനമായും ചെന്നു നിൽക്കുന്നത് ട്രാവോറെ ആഹ്വാനം ചെയ്ത സാമ്പത്തിക പരിഷ്കാരങ്ങളിലാണ്. ലോകബാങ്ക് കുറഞ്ഞ വരുമാനമുള്ളതും പരിമിതമായ പ്രകൃതി വിഭവങ്ങളുള്ളതുമായ രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ബുർക്കിന ഫാസോയിൽ സമ്പദ്വ്യവസ്ഥ പ്രധാനമായും കൃഷി, ഖനനം, സ്വർണ്ണ ഉൽപാദനം എന്നിവയെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. രാജ്യത്തെ ജനങ്ങളിൽ 40% പേർ ദേശീയ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി പ്രസിദ്ധീകരിക്കുന്ന മനുഷ്യ വികസന സൂചികയിലും ബുർക്കിന ഫാസോ പൊതുവെ വളരെ പിന്നാക്ക സ്ഥാനത്താണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വലിയ സ്വപ്നങ്ങളുമായും മികച്ച ഭാവി വാഗ്ദാനം ചെയ്യുന്ന മുദ്രാവാക്യങ്ങളുമായും ഇബ്രാഹിം ട്രാവോറെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്നത്. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ബുർക്കിന ഫാസോയുടെ മുൻ നേതാവും വധിക്കപ്പെട്ട വിപ്ലവകാരിയുമായ തോമസ് സങ്കാരയെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. 1980കളിൽ രാജ്യത്തെ ശ്രദ്ധേയമായ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നയിച്ച നേതാവായിരുന്നു സങ്കാർ. ട്രാവോറെ അദ്ദേഹത്തിന്റെ പല മുദ്രാവാക്യങ്ങളും ആവർത്തിക്കുകയും അധികാരമേറ്റെടുത്ത തുടക്കത്തിൽ തന്നെ സങ്കാര വരച്ചുകാട്ടിയ വികസന കാഴ്ചപ്പാടിലൂടെ മാത്രമേ ബുർക്കിന ഫാസോയ്ക്ക് മുന്നേറാൻ കഴിയൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ദി ഇക്കണോമിസ്റ്റ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള സാമ്യം വെറും പുറംകാഴ്ചയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇബ്രാഹിം ട്രാവോറയുടെ സാമ്പത്തിക പദ്ധതി സ്വയം പര്യാപ്തത കൈവരിക്കുക, അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുക, രാജ്യത്തെ ഖനികൾ ദേശസാൽക്കരിക്കുക, വിദേശ കമ്പനികളുടെ ഖനന ലൈസൻസുകൾ പിൻവലിക്കുക എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതോടൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി അരി ഉൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കാനും അദ്ദേഹം ശ്രമിച്ചു. കർഷകർക്ക് സൗജന്യമായി ട്രാക്ടറുകൾ വിതരണം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ദി ഇക്കണോമിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഈ നടപടികളെല്ലാം ശക്തമായ ഇടതുപക്ഷ സാമ്പത്തിക സമീപനം സ്വീകരിച്ച തോമസ് സങ്കാരയുടെ നയങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ്. BBC-യുടെ റിപ്പോർട്ട് പ്രകാരം ട്രാവോറെ ഇതുവരെ ഇടതുപക്ഷ സാമ്പത്തിക നയമാണ് പിന്തുടർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ബാങ്ക് സ്ഥാപിക്കപ്പെട്ടു. ആദ്യത്തെ സ്വർണ്ണ ശുദ്ധീകരണശാലയും നിർമ്മിക്കപ്പെട്ടു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 2 സ്വർണ്ണ ഖനികൾ ദേശസാൽക്കരിക്കുകയും ചെയ്തു. ഭാവിയിലും കൂടുതൽ ദേശസാൽക്കരണ നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രാവോറെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബുർക്കിന ഫാസോയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ സ്വർണ്ണ ശേഖരവും സ്ഥാപിച്ചു. 2024 ഒക്ടോബറിൽ ചില വിദേശ ഖനന കമ്പനികളുടെ ലൈസൻസുകൾ പിൻവലിച്ചപ്പോൾ ട്രാവോറെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇത്തരത്തിലുള്ള ബഹുരാഷ്ട്ര കമ്പനികളെ നാം അനുവദിക്കുന്നത്. നമ്മുടെ സ്വർണം എങ്ങനെ ഖനനം ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയാം. ഇതോടൊപ്പം ചെറുകിട സ്വർണ്ണ ഉൽപാദകരുടെ സ്വർണ്ണ കയറ്റുമതി അനുമതികളും അദ്ദേഹം താൽക്കാലികമായി നിർത്തിവച്ചു. ആഫ്രിക്കൻ ലൈൻ മാസികയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് ബുർക്കിന ഫാസോയ്ക്ക് യഥാർത്ഥ പ്രയോജനം ലഭിക്കാതിരിക്കാൻ കാരണമാകുന്ന അനധികൃത വ്യാപാരം നിയന്ത്രിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലും കൂടുതൽ മുന്നോട്ടുപോയ ട്രാവോറെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ഖനന കമ്പനി സ്ഥാപിച്ചു. വിദേശ ഖനന കമ്പനികൾ അവരുടെ പ്രാദേശിക പ്രവർത്തനങ്ങളിൽ 15% ഓഹരി സർക്കാരിന് നൽകണമെന്നും അദ്ദേഹം നിർബന്ധമാക്കി. അതോടൊപ്പം തങ്ങളുടെ സാങ്കേതിക വൈദഗ്ധ്യം ബുർക്കിന ഫാസോയിലെ ജനങ്ങൾക്ക് കൈമാറണമെന്നും വിദേശ കമ്പനികളോട് ആവശ്യപ്പെട്ടു. റഷ്യയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നിട്ടും റഷ്യൻ ഖനന കമ്പനിയായ നോർഡ് ഗോൾഡ്, നോർഡ് ഹർഹഡ് പോലും ഈ കർശന നിയമങ്ങളിൽ നിന്ന് ട്രാവോറെ ഒഴിവാക്കിയില്ല. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം സാഹിൽ ലിബർട്ടി ന്യൂസ് എന്ന മാധ്യമം ട്രാവോറയുടെ നടപടികളെ പ്രത്യാശയോടെയാണ് വിലയിരുത്തുന്നത്. ആ മാധ്യമത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ കാർഷിക നയത്തിന്റെ ആദ്യഘട്ട ഫലങ്ങൾ ഇതിനകം തന്നെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ദീർഘകാലമായി ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനുഭവിച്ച ജനങ്ങൾക്ക് ഈ മാറ്റങ്ങൾ പുതിയ പ്രതീക്ഷ നൽകുന്നതായും റിപ്പോർട്ട് പറയുന്നു. ട്രാവോറെ വൻ കാർഷിക നിക്ഷേപങ്ങൾ നടപ്പാക്കി, കർഷകർക്ക് വിവിധ തരത്തിലുള്ള പിന്തുണ നൽകി, രാസവളങ്ങൾ വിതരണം ചെയ്തു, കൃഷിരീതികളിൽ സാങ്കേതിക നവീകരണങ്ങൾ കൊണ്ടുവന്നു. ഇതിന്റെ ഫലമായി ധാന്യോൽപാദനത്തിൽ ശ്രദ്ധേയമായ വർധനയുണ്ടായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കാർഷിക മേഖലയിലുടനീളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയുകയും ചെയ്തു. ഇതിനു പുറമെ പ്രാദേശിക വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുകയും പരുത്തി സംസ്കരണ മേഖലയെ വികസിപ്പിക്കുന്നതിനായി പരുത്തി സംസ്കരണ പിന്തുണയ്ക്കുള്ള ദേശീയ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടൊപ്പം റോഡുകളും അണക്കെട്ടുകളും നിർമ്മിക്കുന്ന പദ്ധതികൾക്കും തുടക്കമിട്ടു. പുതിയൊരു വിമാനത്താവളം നിർമ്മിക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. അവശ്യവസ്തുക്കളുടെ വില നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവുകളും പുറപ്പെടുവിച്ചു. ഈ നടപടികളുടെ അടിസ്ഥാനത്തിൽ വളരെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ പ്രതിരോധശേഷിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ട്രാവോറെ അടിത്തറ പാകിയതായി സാഹിൽ ലിബർട്ടി ന്യൂസ് വിലയിരുത്തുന്നു. എന്നാൽ ദി ഇക്കോണമിസ്റ്റ് മാസിക ഈ ശുഭാപ്തി വിശ്വാസത്തോട് യോജിക്കുന്നില്ല. ട്രാവോറയുടെ കാർഷിക പദ്ധതികൾ ഇതുവരെ ഗണ്യമായ പുരോഗതി സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് ആ മാസികയുടെ വിലയിരുത്തൽ. അതേസമയം മറ്റൊരു കാര്യത്തിൽ ദി എക്കണോമിസ്റ്റ് വ്യക്തമായ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ട്രാവോറയുടെ ശക്തമായ അഴിമതി വിരുദ്ധ പ്രചാരണം ഫലം കാണുന്നുണ്ടെന്നാണ് അത് പറയുന്നത്. പേര് വെളിപ്പെടുത്താത്ത ഒരു പാശ്ചാത്യ നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ച് ബുർക്കിന ഫാസോയിൽ അഴിമതി ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അഴിമതി കേസുകളിൽ പിടിക്കപ്പെടുന്നവരോട് ട്രാവോറെ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ലെന്നതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശിക്ഷയെ വളരെയധികം ഭയപ്പെടുന്നുണ്ടെന്നും ആ നയതന്ത്രജ്ഞൻ പറയുന്നു. വാസ്തവത്തിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ IMFന്റെ കണക്കുകളും ബുർക്കിന ഫാസോയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ചില അനുകൂല സൂചനകൾ നൽകുന്നുണ്ട്.
രാജ്യത്തിന്റെ സൈനിക ഭരണകൂടം ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിലും പൊതുമേഖലയിലെ ശമ്പള ചെലവ് നിയന്ത്രിക്കുന്നതിലും പ്രശംസനീയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് IMF വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക ക്ഷേമം എന്നീ മേഖലകളിലേക്കുള്ള സർക്കാർ ചെലവുകളും വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ട് പറയുന്നു. ഇത്രയും നേരം നമ്മൾ ഇബ്രാഹിം ട്രാവോറയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ യാത്രയെക്കുറിച്ചാണ് കണ്ടത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ട്രാവോറയുടെ ഭരണത്തിൽ ബുർക്കിന ഫാസോ മുന്നേറുകയാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. കാരണം ലഭ്യമായ കണക്കുകളും റിപ്പോർട്ടുകളും രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളാണ് കാണിക്കുന്നത്. ആദ്യം സാമ്പത്തിക രംഗം നോക്കാം. ലോകബാങ്കിന്റെ വിലയിരുത്തൽ പ്രകാരം ബുർക്കിന ഫാസോയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രധാന കരുത്ത് നൽകിയിരിക്കുന്നത് സേവന മേഖലയാണ്. അതോടൊപ്പം കാർഷിക മേഖലയ്ക്ക് സർക്കാർ നൽകിയ ശക്തമായ പിന്തുണയും ലോകബാങ്ക് എടുത്തുപറയുന്നു. മുമ്പ് ഉപേക്ഷിക്കപ്പെട്ടിരുന്ന കൃഷിഭൂമികളിലേക്ക് കർഷകർ തിരിച്ചെത്തിയതും നെൽകൃഷിക്കായി താഴ്ന്ന പ്രദേശങ്ങൾ വികസിപ്പിച്ചതും രാജ്യത്തെ കൃഷിയിടങ്ങളുടെ വിസ്തീർണം വർദ്ധിപ്പിച്ചതും ശ്രദ്ധേയമായ നേട്ടങ്ങളായി റിപ്പോർട്ടിൽ പറയുന്നു. ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കണക്കുകളിലും ചെറിയൊരു പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിവസം $2.15 താഴെ വരുമാനമുള്ള അതിദരിദ്രരുടെ എണ്ണത്തിൽ 2023 മുതൽ 2024 വരെ കുറവ് രേഖപ്പെടുത്തി. ഈ നിരക്ക് ഇപ്പോഴും വളരെ ഉയർന്നതാണെങ്കിലും സേവന മേഖലയിലെയും കാർഷിക മേഖലയിലെയും വളർച്ചയാണ് ഈ പുരോഗതിക്ക് കാരണമായതെന്ന് ലോകബാങ്ക് വ്യക്തമാക്കുന്നു. അതോടൊപ്പം പൊതുകടത്തിന്റെ ഭാരം ക്രമേണ കുറയുമെന്നും 2027 വരെ ഓരോ വർഷവും ദാരിദ്ര്യം ഏകദേശം 1% വീതം കുറയാനിടയുണ്ടെന്നും IMF പ്രവചിക്കുന്നു. ഇതിലും ദീർഘകാല പ്രതീക്ഷകൾ ചില പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വർഷം ആഫ്രിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ ഫ്യൂച്ചർ ആൻഡ് ഇന്നൊവേഷൻ ടീം നടത്തിയ പഠനം പറയുന്നത് ഭരണപരിഷ്കാരങ്ങളും അഴിമതി വിരുദ്ധ നടപടികളും തുടർന്നാൽ 2025 മുതൽ 2043 വരെ ബുർക്കിന ഫാസോയുടെ ശരാശരി സാമ്പത്തിക വളർച്ച 8%-ലെത്താൻ സാധ്യതയുണ്ടെന്നാണ്. അതോടെ പ്രതിശീർഷ ആഭ്യന്തര ഉൽപാദനം നിലവിലെ ഏകദേശം $886 നിന്ന് $1120 ഉയരാനും 2043 ഏകദേശം 24 ലക്ഷം പേർ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുവരാനും സാധ്യതയുണ്ടെന്നാണ് ആ പഠനം വിലയിരുത്തുന്നത്. എന്നാൽ ഇത് കഥയുടെ ഒരു വശം മാത്രം. മറുവശത്ത് നിരവധി ഗുരുതരമായ വെല്ലുവിളികളും നിലനിൽക്കുന്നു. ലോകബാങ്ക് തന്നെ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തെ വിമത സായുധ സംഘങ്ങളുമായുള്ള യുദ്ധം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ ശക്തമായി ബാധിച്ചുവെന്നാണ്. രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഏകദേശം 20% സംഘർഷത്തിന്റെ ആഘാതം നേരിട്ടു. അതിന്റെ ഫലമായി ഏകദേശം 40 ലക്ഷം ആളുകൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനം ലഭിക്കാതെ പോയി. വിദ്യാഭ്യാസ മേഖലയിലും സ്ഥിതി ആശങ്കാജനകമാണ്. 2025 മാർച്ച് മുതൽ രാജ്യത്തെ ഏകദേശം 21% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടിവന്നതായി ലോകബാങ്ക് പറയും. അതിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെട്ടു. സുരക്ഷാ സ്ഥിതിയും വലിയ ചർച്ചാവിഷയമാണ്. വാഷിംഗ്ടണിലെ ആക്കൽഡ എന്ന സംഘർഷ പഠന പദ്ധതിയുടെ കണക്കുകൾ പ്രകാരം അട്ടിമറിക്ക് മുമ്പുള്ള വർഷത്തിൽ സർക്കാർ സേനയും വിമതരും തമ്മിലുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2894 ആയിരുന്നു. എന്നാൽ 2024 ട്രാവോറയുടെ ഭരണകാലത്ത് അത് ഏകദേശം 7200 ഉയർന്നതായി അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ദി കോൺവേഴ്സേഷൻ വെബ്സൈറ്റിന്റെ വിലയിരുത്തൽ പ്രകാരം ട്രാവോറയുടെ സുരക്ഷാ നടപടികൾ പ്രതീക്ഷിച്ച പുരോഗതി കൈവരിച്ചിട്ടില്ല. അദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷം ഇസ്ലാമിക സായുധ സംഘങ്ങളുമായി ബന്ധപ്പെട്ട അക്രമസംഭവങ്ങൾ 3000-ലധികം രേഖപ്പെടുത്തിയതായും അത് അദ്ദേഹത്തിന്റെ ഭരണത്തിന് മുമ്പുള്ള 2 വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 20% കൂടുതലാണെന്നും റിപ്പോർട്ട് പറയുന്നു. അമേരിക്കൻ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകനായ ഡാനിയൽ ഇസെങ്കയും നൈജീരിയയിലെ ബേസ് സർവകലാശാലയിലെ പ്രൊഫസർ ബാര ഒവാനിനും മറ്റൊരു വിമർശനം ഉന്നയിക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ ട്രാവോറെ ഇതുവരെ രാജ്യത്ത് യഥാർത്ഥവും അളക്കാവുന്നതുമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. ജനപിന്തുണ നേടാൻ ലക്ഷ്യമിട്ട ജനകീയ രാഷ്ട്രീയ പ്രചാരണമാണ് കൂടുതലായും കാണുന്നതെന്നാണ് അവരുടെ വിലയിരുത്തൽ. വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ട്രാവോറയുടെ ഭരണകാലത്ത് സുരക്ഷാ സാഹചര്യം കൂടുതൽ മോശമായെന്നാണ്. തലസ്ഥാനമായ അഗഡൂഗുവിനും ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ 60%-ലധികം പ്രദേശങ്ങൾ സർക്കാരിന്റെ ഫലപ്രദമായ നിയന്ത്രണത്തിന് പുറത്താണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംഘർഷത്തെ തുടർന്ന് 20 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തം വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം BBC-യുടെ റിപ്പോർട്ട് പ്രകാരം 2025 വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ സൈനിക ചെലവ് കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 70% വർദ്ധിച്ചു. ഇപ്പോൾ അത് മൊത്തം പൊതുചെലവിന്റെ ഏകദേശം 18%-ഓളം വരുന്നു. എന്നാൽ ഇത്രയും വലിയ ചെലവുണ്ടായിട്ടും സുരക്ഷാസ്ഥിതിയിൽ കാര്യമായ പുരോഗതി കാണുന്നില്ലെന്നാണ് BBC-യുടെ വിമർശനം. ഈ ചെലവിന്റെ വലിയൊരു ഭാഗം രാജ്യത്തെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന വിമർശനവും അവർ ഉന്നയിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം ട്രാവോറയെ എങ്ങനെ വിലയിരുത്തണം? ഒരു വശത്ത് സാമ്പത്തിക രംഗത്ത്, പ്രത്യേകിച്ച് അഴിമതി നിയന്ത്രിക്കുന്നതിലും ചില വികസന സൂചികകളിലും അനുകൂലമായ മാറ്റങ്ങൾ കാണിക്കുന്ന കണക്കുകളുണ്ട്. മറുവശത്ത് ജനാധിപത്യം, മനുഷ്യാവകാശം, സുരക്ഷ എന്നീ മേഖലകളിൽ ഗുരുതരമായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്. ബുർക്കിന ഫാസോയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സമൂലമായ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും ട്രാവോറയുടെ പ്രസംഗങ്ങളും ചില രാഷ്ട്രീയ സാമ്പത്തിക നടപടികളും നിരവധി ആളുകളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വാഭിമാനം, ദേശീയ അഭിമാനം, വിഭവങ്ങളിലുള്ള അവകാശം, വിദേശ സ്വാധീനത്തിൽ നിന്ന് മോചനം തുടങ്ങിയ ആശയങ്ങളാണ് ആഫ്രിക്കയിലെ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഇബ്രാഹിം ട്രാവോറെ ഒരു വ്യക്തി മാത്രമല്ല, ആഫ്രിക്കയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ സംവാദത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നത്. ഇനി ചോദ്യം നിങ്ങളോടാണ്.
ഇബ്രാഹിം ട്രാവോറെ യഥാർത്ഥത്തിൽ ആഫ്രിക്കയുടെ ഭാവി മാറ്റാൻ കഴിയുന്ന നേതാവാണോ, അതോ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയ ജനപ്രീതി യാഥാർത്ഥ്യത്തെക്കാൾ പ്രതിച്ഛായയിലാണോ അധിഷ്ഠിതമായിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള അന്താരാഷ്ട്ര രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.